എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടോ, മത്തങ്ങ കൊണ്ട് ഞാൻ അടയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്ത് ഞാൻ ചെത്തി കഴുകി ഇതേ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വളരെ കട്ടി കുറച്ചാണ് അരിഞ്ഞെടുത്തത്. ഇനി ഇതൊരു പാത്രത്തിലിട്ട് ഞാൻ കുറച്ച് വെള്ളം, അത് വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇനി അത് അടുപ്പിൽ വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിന് ചേരാനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഞാൻ കുക്കറിലൊന്നും അല്ല വെക്കുന്നത്, ഇങ്ങനെ അടുപ്പത്താണ് വെച്ചത്. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ വളരെ കട്ടി കുറച്ച് അരിഞ്ഞത്. ഉപ്പിട്ടിളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെക്കുന്നു. നോക്കാം, നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം എന്തെങ്കിലും. കണ്ടോ, നന്നായിട്ടും വെന്തിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി ഒന്ന് വെച്ച് ഒന്ന് ആറട്ടെ. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ കൊള്ളാം. ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൊന്ന് ഞാൻ വാങ്ങി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് ഇതാ ഒരു സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ആ നെയ്യൊന്ന് ഉരുകി വന്നപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതാ ആയി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി അതൊന്ന് കളർ മാറി പയ്യെ ഒന്ന് ചുമക്കാൻ തുടങ്ങുന്ന സമയം വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ തേങ്ങ വറുത്തിട്ട് നമ്മൾ അടയുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. നമ്മൾ മത്തങ്ങ കൊണ്ടല്ല, അരിപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ എന്തുകൊണ്ട് അടയുണ്ടാക്കിയാലും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള അട നമുക്ക് കഴിക്കാം. ഇതാ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി വാങ്ങി അത് വയ്ക്കാം. ആ മത്തങ്ങ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടാണ് ഒന്ന് ഉടച്ചെടുത്തത്. കണ്ടോ, അങ്ങനെ ഉടയ്ക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ നമുക്ക് കിട്ടും. ഇനി ഒരു പാത്രം എടുത്ത് ഞാനതിലേക്ക് ഒരു 2 തവി ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി കൊണ്ട് വേണേലും അല്ല മൈദ കൊണ്ട് വേണേലും ഉണ്ടാക്കാം. അതിന് ചേരാൻ പാകത്തിനുള്ള ഉപ്പ്, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം മത്തങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4-5 ഏലക്കയുടെ കുരുവെടുത്ത് അത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. ഇതുപോലെ ഈ മത്തങ്ങയും കൊണ്ട് അടയുണ്ടാക്കിയാൽ എത്ര ഇഷ്ടമില്ലാത്തവരും കഴിക്കും. അത്ര നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തേങ്ങ വറുത്തിട്ടും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് അടയുണ്ടാക്കിയാൽ. ഇനി നമുക്ക് കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ശർക്കരപ്പാനി കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ലൂസി കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കുഴക്കുന്ന അതേ പരുവത്തിലാണല്ലേ അടയ്ക്കും കുഴച്ചെടുക്കുന്നത്. ഇത് ഇനി ഒരു ഇല എടുത്തിട്ട് ആ ഇലയൊന്ന് വാട്ടിയിട്ടാണ് ഞാൻ എടുത്തത്. കുറേശ്ശെ എടുത്ത് വെച്ച് നമുക്കതൊന്ന് പരത്തി കൊടുക്കാം. തീരെ കട്ടി കുറച്ച് പരത്തുന്നതാണ് ഏറ്റവും ടേസ്റ്റുള്ളത്. ഇനി അത് മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇലക്കകത്ത് വെച്ച് പരത്തി ഉണ്ടാക്കിയെടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം അപ്പച്ചെമ്പി വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാൻ. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അട എല്ലാം വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നു. മൊത്തം വെച്ച് മൂടിയൊന്ന് വേവിച്ചെടുക്കാം. ഇതാ വേവിച്ച് കഴിഞ്ഞ് ഞാൻ എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റോട് കൂടിയ മത്തങ്ങ കൊണ്ടുള്ള അടയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സുന്ദരമായ അട, കഴിക്കാനും നല്ല രുചിയുള്ള അട. നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.